إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون قال الله عز وجل إن الله مع الذين اتقوا والذين هم محسنون അല്ലാഹുവിൻ്റെ മഅയ്യത്തുല്ലാഹി അസ്സ വജൽ പടച്ച റബ്ബിൻ്റെ സഹായവും സാമീപ്യവും ഒരാൾക്ക് ലഭിക്കുന്ന പക്ഷം ദുനിയാവിലും ആഖിറത്തിലും അവന് വിജയമായിരിക്കും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മുൻകഴിഞ്ഞു പോയ നബിമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായങ്ങൾ ലഭിച്ചതായ പ്രത്യേക ഘട്ടങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുന്നത് കാണാൻ സാധിക്കും. രണ്ട് കാരണങ്ങളാണ് അല്ലാഹുവിൻ്റെ സഹായം ലഭിക്കുവാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇന്നല്ലാഹ മഅല്ലദീന ഇത്തഖൗ, ഒന്ന് അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. വല്ലദീന ഹും മുഹ്സിനൂൻ, രണ്ടാമത്തേത് ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും ഒരു നല്ല മനുഷ്യനായി ഒരു നല്ല വിശ്വാസിയായി ജീവിക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടും ഒരു മനുഷ്യൻ തന്റെ ഭാഗത്ത് നിന്ന് ചെയ്യുവാൻ തയ്യാറായാൽ അള്ളാഹുവിന്റെ മഅയ്യത്ത്, അള്ളാഹു അവനോടൊപ്പം ഉണ്ടാകുമെന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് ഫിർഔനിന്റെ അരികിലേക്ക് പോകാൻ വേണ്ടി ആവശ്യപ്പെടുന്ന സന്ദർഭമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോടും ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമയോടും പറയുന്നു, ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ قالا ربنا إننا نخاف أن يفرط علينا أو يطغى قال لا تخافا إنني معكما أسمع وأرى. മൂസാ നബിയോട് അല്ലാഹു തആല പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും അങ്ങേയറ്റം അഹങ്കാരിയായ എല്ലാ അതിരുകളും ലംഘിച്ചിട്ടുള്ള ഫറോവയുടെ അരികിലേക്ക് പോകണം. അവിടെ ചെന്ന് ഏറ്റവും നല്ല രൂപത്തിൽ സൗമ്യമായി ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചും അതുപോലെ തന്നെ ദൈവത്തിന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കണമെന്നതിനെക്കുറിച്ചും
ഫറോവയോട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, ഇന്നനാ റബ്ബനാ ഇന്നനാ നഖാഫ്, അല്ലാഹുവേ ഞങ്ങൾക്ക് വലിയ ഭയമാണ്, അൻ യഫ്റുത അലൈനാ ഔ അൻ യത്ഗാ, ഞങ്ങളുടെ മേൽ അയാളുടെ ആധിപത്യം സ്ഥാപിക്കുകയും, അയാൾ വലിയ അധികാരമുള്ള ആളാണ്, ആ അധികാരം ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച് അക്രമത്തിനിരയാക്കപ്പെടുമെന്ന് ഭയപ്പെടുന്നു റബ്ബേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹു തആല പറഞ്ഞത്, ഖാല ലാ തഖാഫ, നിങ്ങൾ രണ്ടുപേരും ഭയപ്പെടേണ്ടതില്ല, ഇന്നനീ മഅകുമാ, നിങ്ങളോടൊപ്പം ഞാനുണ്ട്, അസ്മഉ വ അറാ, ഞാനെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുവെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ വലിയ തീകുണ്ടാരമുണ്ടാക്കി ആ തീയിലേക്ക് വലിച്ചെറിയുമ്പോ അക്രമകാരികളായ ആളുകൾ കരുതുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ചുട്ടരിക്കാമെന്നാണ്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ശരണം തേടുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയിലാണ്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ഏകനായ റബ്ബിൽ തവക്കുലാക്കി, അല്ലാഹുവേ നീ എന്നെ സംരക്ഷിക്കണമേ, എനിക്ക് രക്ഷ നൽകണമേ എന്ന പ്രാർത്ഥനയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നിന്നുയരുന്നത്. അല്ലാഹു തആല പറയുന്നു, ഖുൽനാ, നാം ആ തീയോട് പറയുകയുണ്ടായി, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, സാധാരണ നിലക്കാളിപ്പടരുന്ന അതിലേക്ക് വീഴുന്ന എന്തിനേയും കത്തിയിരിക്കുന്ന ആ തീയിനോട് നാം പറഞ്ഞു, കൂനി, നീ ആയിത്തീരണം, ബർദൻ, തണുപ്പും, വസലാമൻ, സമാധാനവും സുരക്ഷയുമായി തീരണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് സുരക്ഷയൊരുക്കണമെന്ന് തീയിനോട് ആവശ്യപ്പെടുകയും ആ തീ അദ്ദേഹത്തിന് സമാധാനവും തണുപ്പുമായി തീർന്നു എന്നുള്ള ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ നിന്ന് മക്കക്കാർ പുറത്താക്കുകയും, ഇദ് അഖ്റജഹു അല്ലദീന കഫറൂ ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا. മക്കയിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ട് ആ മക്കയിൽ നിന്നുള്ള ആളുകളുടെ അക്രമം കാരണത്താൽ മദീനയിലേക്ക് പലായനം ചെയ്യുന്ന വേളയിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും സൗർ ഗുഹയിൽ ഒളിക്കുകയാണ്. ആ ഗാറു സൗറിൽ ഒളിക്കുന്ന സമയത്ത് അവരെ അന്വേഷിച്ചുകൊണ്ട് മക്കക്കാർ അവിടെ എത്തുന്ന സന്ദർഭമുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, ലൗ അന്ന അഹദഹും നദറ അസ്ഫല ഖദമൈഹി ലവജദു, അല്ലാഹുവിന്റെ റസൂലെ, തന്റെ കാലിന്റെ താഴോട്ടൊന്ന് അവർ നോക്കുകയാണെങ്കിൽ നമ്മൾ പിടിക്കപ്പെടുമല്ലോ എന്ന് പറയുന്ന വേളയിൽ സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി ഏതൊരു ഭാവവ്യത്യാസങ്ങളും ഇല്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു വാക്കുണ്ട്, ലാ തഹ്സൻ. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇദ് യഖൂലു ലിസാഹിബിഹി, തന്റെ കൂടെ യാത്ര ചെയ്യുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറയുന്ന സന്ദർഭം, ലാ തഹ്സൻ, നീ ദുഃഖിക്കേണ്ടതില്ല, ഇന്നല്ലാഹ മഅനാ, നമ്മോടൊപ്പം അല്ലാഹു ഉണ്ട്. അതൊരു വലിയ വാക്കാണ്. ഏത് പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധിയിലൂടെയും കടന്നു പോകുന്ന ഒരു മനുഷ്യനോട് നീ ഭയപ്പെടേണ്ട, ദുഃഖിക്കേണ്ടതില്ല, പടച്ച റബ്ബ് നമ്മോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറം ആ മനുഷ്യന് സമാധാനം നൽകുന്ന, ശാന്തി നൽകുന്ന മറ്റൊരു വാക്കുമില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഫിറഔൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും ബനൂ ഇസ്രായേലിയരെയും പിടിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുകയാണ്. ബനൂ ഇസ്രായേലിയരെയും കൂട്ടി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നതായ സന്ദർഭം, ഫഅത്ബഊഹും മുശ്രിഖീൻ,
ഫറോവയുടെ സൈന്യം അവരെ പിടികൂടാൻ വേണ്ടി അതിവേഗം പിന്നാലെ സഞ്ചരിക്കുകയാണ്. പാവപ്പെട്ട ഈ മനുഷ്യർ, കയ്യിലായുധങ്ങളില്ല, നിരായുധരായ, അടിമ വേലയെടുത്ത് ജീവിക്കേണ്ടി വന്ന, പീഡനത്തിന് ഇരയാകേണ്ടി വന്ന ഒരുപറ്റം നിരപരാധികളായ ആളുകളെയും കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോകുകയാണ്. അവരെ പിടികൂടാൻ വേണ്ടി ചരിത്രത്തിലെ ഏറ്റവും ധിക്കാരിയായ, ഏറ്റവും ശക്തിയുള്ള ആളെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഫറോവയും സൈന്യവും പിന്നാലെ വരുമ്പോ ഫലമ്മാ തറാഅൽ ജംആനി ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ. ആ രണ്ടുപേരും മുഖത്താൽ മുഖം കണ്ട സന്ദർഭത്തിൽ മുന്നിൽ കടലും പിന്നിൽ നിന്ന് ഫറോവയുടെ സൈന്യത്തെയും കണ്ട വേളയിൽ ഖാല അസ്ഹാബു മൂസ, മൂസാ നബിയുടെ ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നാ ലമുദ്റകൂൻ, ഇതാ നമ്മൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, ഇനി മരണമല്ലാതെ ഒന്നുമില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയുന്നത് ഖാല കല്ലാ, ഖാല കല്ലാ, അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയാൻ പാടില്ല. ഖാല കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, ആ റബ്ബ് എനിക്കൊരു മാർഗം കാണിച്ചു തരും. ഫഔഹൈനാ, അപ്പോൾ നാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വഹീ നൽകി. അതുവരെ നൽകിയിട്ടില്ല. ഒരു മാർഗവും മുന്നിലില്ലെങ്കിലും മാർഗമില്ല എന്ന് പറയല്ലേ. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ ഒരു മാർഗം എനിക്ക് കാണിച്ചു തരുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞപ്പോ ഫഔഹൈനാ ഇലാ മൂസ അൻ ഇദ്രിബ് ബിഅസാകൽ ബഹർ ഫൻഫലഖ ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അദീം. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു തആല വഹീ നൽകി, നിന്റെ കയ്യിലുള്ള വടി കൊണ്ട് ആ സമുദ്രത്തിയൊന്ന് അടിക്കുന്ന പക്ഷം അത് ഈ രണ്ട് ഭാഗത്തേക്കും വലിയ തിരകളായി അത് വഴിമാറുകയും അവരതിലൂടെ രക്ഷപ്പെടുകയും ചെയ്ത സന്ദർഭം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കിയ അതേ കടലിൽ പിന്നാലെ വന്ന ഫിർഔനും കൂട്ടർ മുങ്ങി മരിക്കുന്നു. സഹോദരങ്ങളെ, ഇതിലൊക്കെയുള്ള പാഠം എന്ന് പറയുന്നത്, പടച്ച റബ്ബിനെ ഒഴിവാക്കി അള്ളാഹുവുമായുള്ള ബന്ധം വിച്ഛേദിച്ച് ഒരു മനുഷ്യനും ഈ ലോകത്ത് സമാധാനത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുകയില്ല. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, പടച്ച റബ്ബിനെ ഓർക്കുന്ന ഹൃദയമുണ്ടോ, ആ ഹൃദയത്തിന് ശാന്തിയും സമാധാനവും ലഭിക്കുമെന്നുള്ളതാണ്. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين. أما بعد أيها الإخوة أوصيكم بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധ റമദാൻ ഏകദേശം കഴിയാറാണ്. ഈമാനും തഖ്വയും വർദ്ധിക്കുകയും റബ്ബിലേക്ക് അടുക്കുവാൻ നമുക്ക് സാധിച്ചു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. ആത്മാർത്ഥമായി പടച്ച റബ്ബിങ്കിലേക്ക് ഖേദിച്ചു മടങ്ങുക, തൗബ ചെയ്യുക, ദിക്റുകളും ദുആകളും വർദ്ധിപ്പിക്കുക, വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങൾ വർദ്ധിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ അമലുകൾ ചെയ്തിരുന്നത് അവസാനത്തെ പത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദഖത്തുൽ ഫിത്ർ തുഅമതൻ ലിൽ മസാകീൻ തുഹറതൻ ലിസ്സായിമി മിനൽ ലഗ്വി വറഫത്ത് വതുഅമതൻ ലിൽ മസാകീൻ. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം എന്നോണവും നോമ്പുകാരന്റെ പാപങ്ങളെല്ലാം തെറ്റുകളെല്ലാം പൊറുക്കപ്പെടാൻ അള്ളാഹുവിന്റെ റസൂൽ സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാക്കി. പെരുന്നാളിന്റെ ദിവസം കഴിക്കാനുള്ള ഭക്ഷണം കഴിഞ്ഞ് മിച്ചമുള്ള മുഴുവൻ മനുഷ്യരും സക്കാത്തുൽ ഫിത്ർ കൊടുക്കണം എന്നുള്ളതാണ്. ദരിദ്രനും സക്കാത്തുൽ ഫിത്ർ കൊടുക്കണം, ധനികനും കൊടുക്കണം, എല്ലാവരും കൊടുക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, സക്കാത്തുൽ ഫിത്ർ മറന്നുപോകരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ നോമ്പും ഖിയാമും സിയാമും വിശുദ്ധ ഖുർആനിന്റെ പാരായണവും ദിക്റുകളും എല്ലാം സ്വീകരിക്കുമാറാകട്ടെ.
എന്നും റബ്ബിനെ ഓർത്ത് പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടി ജീവിതത്തിന്റെ ഓരോ മേഖലകളിൽ ജീവിക്കുന്ന സദൂർദ്ധരായ മുത്തഖീങ്ങളായ ആളുകളിൽ റബ്ബ് നമ്മെ അവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ ഹൃദയത്തിൽ ഈമാൻ വർദ്ധിപ്പിച്ചവരായി ഈ റമദാനിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ മഗ്ഫിറത്തോടുകൂടി അള്ളാഹുവിന്റെ പാപമോചനം കരസ്ഥമാക്കിയവരായി വിട പറയുവാൻ നമുക്ക് എവർക്കും സാധിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم اجعل هذا البلد آمنا مطمئنا سخاء رخاء وسائر بلاد المسلمين. اللهم وفق ولاة أمورنا لما تحب وترضى وخذ بناصيتهم للبر والتقوى وارزقهم بطانة صالحة واحفظهم بحفظك يا رحمن وأقم الصلاة.